നമസ്കാരം. നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് തൊഴിലില്ലായ്മ വർദ്ധിച്ചു വന്നതിൻ്റെ കാരണമായി വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ രാജ്യത്തെ അഭ്യസ്തവിദ്യരായ ആൾക്കാർ കുടിയേറുകയാണ്. നിയമവിരുദ്ധമായ രീതിയിലും നിയമത്തിന് വിധേയവുമായുമാണ് പലരും പല രാജ്യങ്ങളിലും എത്തപ്പെടുന്നത്. വിസ കാലാവധിയിൽ ചിലപ്പോൾ വിസിറ്റിംഗ് വിസയിൽ പോയി അവിടെ മറ്റെന്തെങ്കിലുമൊക്കെ ജോലി നേടി കുടുംബം നോക്കുന്ന അവസ്ഥയിലുള്ളവരാണ് പല വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ. അക്കൂട്ടത്തിൽ അമേരിക്കയിൽ എത്തപ്പെട്ട കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഈ കേരളത്തിൽ നിന്ന് തന്നെ കഥകളി കലാകാരന്മാരായിട്ടും ഡാൻസ് കലാകാരന്മാരായിട്ടും അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റിവലിന് പോകുന്നതായിട്ടോ കാണിച്ച് നാടക ട്രൂപ്പിൻ്റെ കൂടെ ഒക്കെ തന്നെ വിസിറ്റിംഗ് വിസ എടുത്ത് അവിടെ ചെല്ലുകയും അതിനുശേഷം ഓരോ ഹോട്ടലുകളിൽ വെയിറ്റർമാരായിട്ടും പാചകക്കാരായിട്ടും ഒക്കെ നിൽക്കുന്ന ധാരാളം മലയാളികളുണ്ട്. അവരൊക്കെ അവരുടെ വിസ കാലാവധി കഴിഞ്ഞതിന് ശേഷവും അവിടെ തുടരുകയാണ്. എന്തെങ്കിലും 1, 2, 3 വർഷം കഴിയുമ്പോൾ പോലീസിൽ പിടികൊടുത്ത് അവിടുന്ന് നിയമവിരുദ്ധമായി താമസിച്ചതിന് ചെറിയൊരു പിഴയൊക്കെ അടിച്ച് നാട്ടിലേക്ക് വരുന്നതാണ് സാധാരണ കണ്ടുവരുന്നത്. അങ്ങനെയുള്ള ആൾക്കാരാണ് അവിടുത്തെ സാധാരണ ചെറിയ ചെറിയ ജോലികൾ ഹോട്ടലുകളിലൊക്കെ ജോലി ചെയ്ത് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് നേരിട്ടറിയാവുന്ന ചില ആൾക്കാരും ഇപ്പോഴും അവിടെയുണ്ട്, ഇങ്ങനെ ഇത്തരത്തിൽ അവിടെ എത്തപ്പെട്ടവർ. എങ്ങനെയെങ്കിലും ജീവിക്കണം, എങ്ങനെയെങ്കിലും കുടുംബം പോറ്റണം, ഇന്ത്യ പോലുള്ള ഈ വികസ്വര രാജ്യത്ത് നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് വികസിത രാജ്യങ്ങൾ തേടി ആൾക്കാർ പോകുന്നത്. കേരളത്തിലെ സ്ഥിതിയാണെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ മുഴുവൻ രാഷ്ട്രീയം കുത്തിനിറച്ച് ഗുണ്ടായുസവും മയക്കുമരുന്നും ഉണ്ടായി സാധാരണക്കാരൻ്റെ പഠിക്കാൻ മിടുക്കരായ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കാത്തതിനാലാണ് വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം തേടി പോകുന്നതും അവിടെ തന്നെ അവർ പിന്നീട് അവരുടെ ബാക്കി ജീവിതം ശേഷിക്കുന്ന കാലം മുഴുവൻ അവിടെ താമസിക്കുകയും ചെയ്തത്. പിന്നെ കുറേ പേർ കുറച്ച് നാൾ കഴിയുമ്പോൾ അച്ഛനും അമ്മയൊക്കെ കൊണ്ടു മറ്റു വലിയവർ അച്ഛനും അമ്മയും ഇവിടെ നാട്ടിൽ നിർത്തുകയും ചെയ്യാറുണ്ട്. ഇത് തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ബർത്ത് റേറ്റ് കുറയാൻ ഒരു കാരണമായി കുറേ വർഷങ്ങളായിട്ട്. ഇതിനൊക്കെ കാരണക്കാരാരാണെന്ന് ചോദിച്ചാൽ നമ്മളെ ഭരിക്കുന്നവർ തന്നെയാണ്. നമ്മുടെ വിഷയം ലോക പോലീസാണെന്ന് അഭിമാനിക്കുകയും ലോക പോലീസിനെ പോലെ പെരുമാറുകയും ചെയ്യുന്ന അമേരിക്കൻ്റെ പുതിയ പ്രസിഡന്റ് ട്രംപ്, അദ്ദേഹം തൻ്റെ രാജ്യത്തെ അനധികൃതമായി താമസിക്കുന്ന ആൾക്കാരെ, വർക്ക് പെർമിറ്റോ വിസയില്ലാത്ത ആൾക്കാരെ അതാത് രാജ്യങ്ങളിലേക്ക് കടത്തിക്കൊടുകയാണ്. ചില രാജ്യത്തെ രാജ്യസ്നേഹികളായ പൗരസ്നേഹമുള്ള ഭരണാധികാരികൾ ഈ നാടുകടത്തലിന് അമേരിക്കക്കാരൻ തടങ്കിലാക്കുന്ന രീതിയിൽ കാലും കൈയും ബന്ധിച്ച് ചങ്ങലയിട്ട് അവരുടെ മാതൃരാജ്യത്ത് കൊണ്ടു കൊടുക്കുന്നതിന് പകരം അവൻ്റെ വിമാനങ്ങൾ അവിടെ വിട്ട് അവൻ്റെ രാജ്യത്തെ ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. ഭംഗീന്ദ്രനെ പറയണേ, നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളെ കാലും കൈയും കെട്ടി ബന്ധിച്ച് ഭീകരന്മാരെ കൊണ്ടിരുന്ന പോലെ നമ്മുടെ രാജ്യത്ത് കൊണ്ട് തള്ളിയിട്ട് പോലും ഒരു പ്രസ്താവന നടത്താൻ പോലും നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് നാക്കുപൊങ്ങിയില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് വിഷമം ഉണ്ടാകുന്നത്. പാർലമെന്റിൽ നമ്മുടെ വിദേശകാര്യ മന്ത്രി ജയശങ്കർ പ്രസ്താവന നടത്തി. അദ്ദേഹം പറയുന്നത് കുട്ടികളെയും സ്ത്രീകളെയും അങ്ങനെ ചെയ്തില്ലല്ലോ എന്നാണ്. ആ രാജ്യത്തിന്റെ നിയമം അതാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് താമസിക്കുന്ന ആയിരക്കണക്കിന് വിസയില്ലാത്ത അനധികൃതമായി കുടിയേറി പാർക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരെ മാത്രമല്ലേ ക്രൂരമായി ബന്ധികളാക്കുന്നത്? അവരെയല്ലേ ജാതിയും മതത്തിന്റെയും പേരിൽ പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? അമേരിക്ക എന്ന സായിപ്പിനെ കണ്ടപ്പോൾ ഇവർക്ക് എന്താ മിണ്ടാട്ടമില്ലാത്ത വന്നത്? ഒരു കാര്യം ഓർക്കുക, നമ്മുടെ രാജ്യത്തെ ഇതിനു മുമ്പുള്ള പല പ്രധാനമന്ത്രിമാരും അമേരിക്കയ്ക്കെതിരെ ധീരമായ രീതിയിൽ ശബ്ദിച്ചിട്ടുണ്ട്. നാട്ടുകാരെ കാണുമ്പോൾ മിണ്ടാത്ത ആളാണെന്ന് പറയുകയും ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രി ആയിരിക്കുകയും ചെയ്ത, ഏറ്റവും നല്ല അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന, ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന, ലോകം ആരാധിച്ചിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് പോലും അമേരിക്കയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ടുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരാളിന് അമേരിക്കൻ പ്രസിഡന്റ് ഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾ ഈ കാണിക്കുന്ന തെറ്റാണെന്നും അല്ലെ എൻ്റെ രാജ്യത്തെ പ്രജകളെ ഞാൻ വന്ന് കൊണ്ടുപോയിക്കൊള്ളാമെന്ന് പറയാനൊന്നും ഒരു സെക്കൻഡ് മിണ്ടുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു ജനാധിപത്യ പ്രധാനമന്ത്രിയും സംഘാംഗങ്ങളും എന്നാണ് നമ്മൾ തോന്നേണ്ടത്. സ്വന്തം രാജ്യത്തെ പ്രജയെ മറ്റൊരു രാജ്യത്ത് നിന്നും കാലും കൈയും കെട്ടി നമ്മുടെ രാജ്യത്ത് കൊണ്ടുവിടുമ്പോൾ പോലും അതിനെതിരെ സംസാരിക്കാൻ കഴിയാത്ത ഒരാളിന് എങ്ങനെയാണ് പൗരബോധമുള്ള ജനതയോട് സ്നേഹമുണ്ടാകുന്നത്? എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹം? അപ്പൊ രാജ്യസ്നേഹം വെറും വാക്ക് മാത്രമാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ വിഭജന 1947 വിഭജനത്തിന് ശേഷം കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനുമായി നമ്മുടെ രാജ്യം രണ്ട് തലത്തിൽ നിന്നും ശത്രുക്കളെ നേരിടേണ്ടി വരുന്ന അവസ്ഥയിൽ പാകിസ്ഥാനെതിരെ നമുക്ക് യുദ്ധം ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ
അന്നത്തെ പ്രധാനമന്ത്രി പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുകയും ബംഗ്ലാദേശിനെ വിഭജിക്കാനുള്ള 1971 ചരിത്രപരമായ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു. അന്ന് ആ യുദ്ധം കൊണ്ട് ഉദ്ദേശിച്ചത് ഒറ്റ കാര്യമാണ്: രണ്ട് വശത്തു നിന്നുള്ള ശത്രുക്കളെ ഒഴിവാക്കിക്കൊണ്ട് ഒറ്റ ശത്രുവിനെ നേരിടുക, പാകിസ്ഥാൻ എന്ന ഒറ്റ ശത്രുവിനെ നേരിടുക എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം. അവരെ പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി വന്ന അമേരിക്കൻ പട്ടാളത്തിനോട് പറഞ്ഞത്, നിന്റെ ഏഴാം കടൽ കപ്പൽ ഇന്ത്യ മഹാസമുദ്രത്തിൽ നിന്ന് പുറത്തേക്ക് പോകില്ല, ഒരുത്തിനും ജീവനോടെ പോകില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയുകയും യുദ്ധം ജയിക്കുകയും ചെയ്യുന്ന അവരെ ഇന്ത്യൻ പാർലമെന്റിൽ വെച്ച് മാന്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ദുർഗ എന്നാണ് വിശേഷിപ്പിച്ചത്. അത്ര പോലും ധൈര്യം ഈ ആധുനിക യുഗത്തിൽ ഇത്രയേറെ വിഭവ സമാഗ്രമുള്ള രാജ്യത്ത്, അതിനേക്കാൾ കൂടുതൽ വികസിച്ച രാജ്യത്ത്, ഓരോ ദിവസവും വികസിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്ന രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇതിൽ പരം ഒരു നാണക്കേട് വേറെ ഒന്നുമില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറെ അധികം സോഷ്യൽ മീഡിയ വീഡിയോകൾ കണ്ടു. ആ രാജ്യത്തെ നിയമം അങ്ങനെയാണ്, അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. ന്യായീകരണമല്ല വേണ്ടത്. സ്വന്തം രാജ്യത്തെ പ്രജയെ ഒരു പട്ടിയെ പോലെ കാലും കൈയും കൂട്ടിമുട്ടി, അല്ലെങ്കിൽ മതയാനയെ പോലെ കൂട്ടിക്കെട്ടി ആ രാജ്യത്ത് കൊണ്ട് തട്ടിയപ്പോൾ അവന്റെ യുദ്ധവിമാനം കൊണ്ടാണ് വന്നത്, സാധാരണ വിമാനത്തിലല്ല കൊണ്ടുവന്നത്. കൽത്തുറങ്കിൽ അടയ്ക്കുന്ന പോലെ കൊണ്ടുവന്നപ്പോൾ ബ്രിട്ടീഷുകാരൻ പോലും ചെയ്യാത്ത നീചമായ രീതിയിൽ മനുഷ്യത്വരഹിതമായി ചെയ്തപ്പോൾ പ്രതികരിക്കാൻ കഴിയാത്ത ഒരു പ്രധാനമന്ത്രിയും സംഘാംഗങ്ങളും ഈ രാജ്യത്തെ ഒരു മുഖ്യമന്ത്രിമാരും സംസാരിച്ചില്ല എന്നുള്ള സത്യം. ഇവർക്കൊക്കെ അമേരിക്ക എന്ന് പറയുന്ന ഭീകരനെ പോലെ അമേരിക്കയെ സായിപ്പിന്റെ മുമ്പിൽ, അമേരിക്കൻ പോലീസിന്റെ മുമ്പിൽ മുട്ടടിച്ചു നിൽക്കുകയായിരുന്നു. ഈ രാജ്യമാണോ വേണ്ടത്, അമേരിക്കയുടെ സ്നേഹമാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അല്ലെ എന്നെ പോലുള്ള ആയിരക്കണക്കിന് ആൾക്കാർ പറയും, ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ പറയും, എന്നോടൊപ്പം ഈ സമൂഹത്തിൽ ജീവിച്ചു വരുന്ന ഓരോ ഇന്ത്യക്കാരനെയാണ് എനിക്ക് ആവശ്യമെന്ന് പറയും. നമ്മുടെ പ്രധാനമന്ത്രിയെ അവിടെ അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണെന്ന് പറഞ്ഞിട്ട് പോലും കഴിഞ്ഞ അദ്ദേഹത്തിനെതിരെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വിളിച്ചില്ല. പകരം അങ്ങോട്ട് പോയി എന്നെ ഒന്ന് വിളിക്കൂ എന്ന് ശുപാർശ ചെയ്തിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എന്തിനാണ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന അമേരിക്കൻ എംബസിയെ വിളിച്ചു വരുത്തി പോലും ഒരു താക്കീത് ചെയ്യുവാൻ, ഒന്ന് പ്രതികരിക്കുവാൻ ഇന്ത്യക്ക് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഇതിൽ പരം ഒരു നാണക്കേട് ലോകത്തിന് മുമ്പിൽ ഉണ്ടോ എന്നുള്ളതാണ് സത്യം. അമേരിക്കയിൽ തങ്ങുന്ന ലോകത്തുള്ള മറ്റ് രാജ്യങ്ങളിലെ അംഗങ്ങളെ ആ രാജ്യത്തെ വിമാനം വിട്ട് തിരിച്ചു കൊണ്ടുവരുമ്പോഴും നമ്മുടെ രാജ്യത്തിന് അത് കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്ത് രാജ്യസ്നേഹമാണ് പറയുന്നത്? എന്ത് രാജ്യസ്നേഹമാണ് നമുക്കുള്ളത്? ആടയാഭരണങ്ങൾ അണിഞ്ഞ് ലക്ഷോപലക്ഷം ആൾക്കാരുടെ മുമ്പിൽ, ക്ഷണിക്കപ്പെട്ട ആൾക്കാരുടെ മുമ്പിൽ പോയി കൈയും കാലും ഇട്ട് കാണിക്കുന്നതിലല്ല അർത്ഥമുള്ളത്. രാജ്യസ്നേഹം ആ രാജ്യത്തെ പൗരനോടുള്ള സ്നേഹമാകണം. എനിക്കും നിങ്ങൾക്കും നിങ്ങളോടൊപ്പമുള്ള സഹജീവിയോടുള്ള സ്നേഹമാകണം രാജ്യസ്നേഹം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി വരും കാലങ്ങളിൽ അമേരിക്ക കാണിക്കുന്ന എല്ലാ കൊലകായ്മകൾക്കും നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്നവരും അവരെ നയിക്കുന്നവരും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നവരും ഓച്ചാനിച്ചു നിന്ന് കേൾക്കുമെന്ന് വേണം ഈ വിഷയത്തിൽ നമുക്ക് അതിൻ്റെ മുന്നോടിയായി കരുതാൻ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.